അതെ, 2025 തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇപ്പൊ നമ്മളെ ആൾക്കാർ തന്നെ നമ്മൾ പോലും എന്താണ് പുതിയ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം, പഠിക്കണം നാളെ തൊട്ട്. അതേപോലെ നാളെ തൊട്ട് ജിമ്മിന് പോകണം, മറ്റേ ബോഡി നോക്കണം. അതേപോലെ പല തീരുമാനങ്ങളാണ് നമ്മൾ എടുത്തിരുന്നത് തുടക്കത്തിൽ. നേരത്തെ എണീക്കണം, പല സംഭവങ്ങളും എടുത്ത്. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താണ് 2024-കാട്ടിയും പരിതാപകര അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത്രയും വലിയ മുമ്പേ അവസ്ഥയിൽ 2024-കാട്ടി പുതിയ മുമ്പേ അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ അങ്ങനെ നോക്കുകയാണെ നമ്മള് വന്ന വർഷം മുതല് ഇങ്ങനെ ഗ്രാഫിക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പലരും പറഞ്ഞു 2025 എന്റെ വർഷമാണ്. അങ്ങനെ കുറെ സ്റ്റോറീസും സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് പലരും 2025 തുടക്കം അങ്ങനെ കുറിച്ച്. 2025 ഈ 2020 എന്തൊക്കെ ന്യൂസുകളാ വരുന്നത്. പ്രത്യേകിച്ച് ഈ ജെൻസി കുട്ടികൾ, അതായത് ഈ 1990 2012 വരെയുള്ള ആ ഒരു ജെൻസി കുട്ടികളുടെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ന്യൂസുകൾ വരും. ഭയങ്കര നമ്മൾ ഞെട്ടിക്കണ ന്യൂസുകളാണ്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ SIനെ പിടിച്ചിട്ട്, അതായത് ഒരുത്തൻ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാ, അല്ല +2 വിദ്യാർത്ഥിയാ. അപ്പൊ അവനോട് എന്ത് ചെയ്തു, SI വന്നിട്ട് പറഞ്ഞു എടാ വീട്ടിൽ പോടാന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ എന്ത് ചെയ്തു, SIനെ ചങ്കിൽ പിടിച്ചിട്ട് കഴുത്തിൽ പിടിച്ചിട്ട് നിലത്തടിച്ചെന്നാ പറഞ്ഞു. ഇവര് വിചാരിക്കുന്നത് ഈ സിനിമകളുണ്ടല്ലോ, ഈ സിനിമകൾ കാണുമ്പോ അതൊന്നും കിട്ടുന്ന ഒരു മാസാണ് സംഭവം. അവരൊരു തോട്ടം അങ്ങനെ പോകുന്നത്. അതേപോലെ തന്നെ ഇടുക്കിയിൽ വേറെ സംഭവം, അതായത് 9ാം ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയി എന്നുള്ളത്. 14 വയസ്സുള്ള ഒരാളെ കാരണം 14 വയസ്സുള്ള ഒരാള് 9ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിനെ പ്രഗ്നന്റ് ആക്കിയെന്നുണ്ട്. ഇപ്പൊ ഈയിടെയായിട്ട് ഫുള്ള് ന്യൂസുകൾ ഇങ്ങനെ ഇങ്ങനത്തെ ന്യൂസുകളാ. അതേപോലെ തന്നെ വന്നല്ലോ, മറ്റേ എന്താ പറയാ 9ാം ക്ലാസ് വരെ 10ാം ക്ലാസ് വരെ ആരൊക്കെ ഗർഭിണിയായി. കാരണം 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യൻ. അങ്ങനത്തെ ഒരു ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ ന്യൂസ് ഉണ്ട്, എറണാകുളത്ത് ഇപ്പൊ അടുത്ത് ഉണ്ടായി, ഇവിടുത്തെ ഫ്ലാറ്റിൽ നിന്ന് ചാടി മരിച്ചൊരു കഥ. ഒരു സംഭവം, ഫ്ലാറ്റിൽ നിന്ന് ചാടി മരിച്ചൊരു സംഭവം. അപ്പൊ അതും ഇതേപോലെ തന്നെ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, നമ്മളിങ്ങനെ 2020 തുടങ്ങിയുള്ളൂ, ഇതിന് ഇതുപോലത്തെ ഓരോ വാർത്തകളാണ്. ഫുള്ളും കുത്ത് കൊല, അങ്ങനത്തെ ഫുള്ളും ഈ 2020 അങ്ങനെ വന്നോണ്ടിരിക്കും. വേറെ ഒരു ന്യൂസ് ഞാൻ കേട്ടെന്ന് പറഞ്ഞാല്, ബസ്സില്, സ്കൂൾ ബസ്സില് ഒരു +2 വിദ്യാർത്ഥി 9ാം ക്ലാസ് വിദ്യാർത്ഥിനെ കത്തിക്കുത്ത് ഫുള്ള് കത്തിക്കുത്താണ്. അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ 2020 തുടക്കത്തിലേക്ക് കേൾക്കുന്നത്.